ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വാൾ ഹാങ്ങിങ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലെയൊരു കാർഡ്ബോർഡ് വേണം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വേണം. ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് റോൾ ചെയ്യാനായിട്ട് സ്റ്റിക്കോ എല്ലാം യൂസ് ചെയ്ത് റോൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫെവിക്കോളിന് പകരം വേറെ ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ കണ്ട കുറേ സ്റ്റിക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു സർക്കിൾ എടുക്കണം. അപ്പം ഞാനിപ്പം ഓറഞ്ച് കളർ പേപ്പറിലാണ് സർക്കിൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ കാണുന്നത് പോലെ നമ്മൾ മടക്കണം. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ടോട്ടൽ 7 പെറ്റൽസ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഓരോ പെറ്റൽ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സർക്കിൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബ്ലാക്ക് കളർ പേപ്പറിലാണ് ഞാൻ ഈ സർക്കിൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ സാധനം എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ അടിച്ച് വെച്ചിരിക്കുന്ന സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിതുപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ടും ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മേളിലും താഴെയും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്റ്റിക്കിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ഫ്ലവേഴ്സും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ലീഫും കൂടെ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അറ്റത്ത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലീഫിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ലീഫും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലീഫ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരു നൂലും കൂടെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഹാങ് ചെയ്തിടാവുന്നതാണ്. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിടുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കളർ പേപ്പറിന് പകരം ന്യൂസ് പേപ്പറിൽ ഓറഞ്ച് കളർ അടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളി ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.